ഹായ് ഫ്രണ്ട്സ്, ലേബർ ലോ 2ൻ്റെ അകത്തെ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ടിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള എംപ്ലോയീസ് ലയബിലിറ്റി ടു പേ കോമ്പൻസേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 3 ഓഫ് ദി ആക്ടിൻ്റെ അകത്താണ് എംപ്ലോയറുടെ ലയബിലിറ്റി, കോമ്പൻസേഷൻ കൊടുക്കേണ്ട ലയബിലിറ്റിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കോമ്പൻസേഷൻ എംപ്ലോയർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെയെന്ന് പറയുന്നത് എംപ്ലോയർ കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിൾ ആകുന്നത് ഒരു സാഹചര്യം പേഴ്സണൽ ഇഞ്ചുറിയും മറ്റേതെന്ന് പറയുന്നത് ഒക്കുപേഷണൽ ഡിസീസുമാണ്. സെക്ഷൻ 3 ക്ലോസ് 1ൻ്റെ അകത്താണ് പേഴ്സണൽ ഇഞ്ചുറീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്ഷൻ 3യുടെ സബ്സെക്ഷൻ ആയിട്ടുള്ള 2, 2A, 3 ആൻഡ് 4ൻ്റെ അകത്താണ് ഒക്കുപേഷണൽ ഡിസീസിനെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 3 ക്ലോസ് 5ൻ്റെ അകത്ത് പറയുന്നുണ്ട് എംപ്ലോയിക്ക് ചൂസ് ചെയ്യാം, സിവിൽ കോടതി വഴി ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതാണ് ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ക്ലെയിം ചെയ്താൽ മതിയോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനിയും ഒരു പർട്ടിക്കുലർ ഫോറം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊസീഡിങ്സ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് റെമഡി ആയിട്ടുള്ള മറ്റേത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം സിവിൽ എടുത്തു കഴിഞ്ഞാൽ സിവിൽ കോടതി വഴി സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം പോകാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ചും പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എംപ്ലോയറിനെ ഡബിൾ ജിയോപാഡിയിൽ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത്. ഇനി ഫസ്റ്റ് വൺ ആയിട്ടുള്ള ലയബിലിറ്റി ഫോർ പേഴ്സണൽ ഇഞ്ചുറി നമുക്ക് നോക്കാം. സെക്ഷൻ 3 ക്ലോസ് 1 ഓഫ് ദി ആക്ടിൻ്റെ അകത്താണ് പേഴ്സണൽ ഇഞ്ചുറിയെ പറ്റി പറയുന്നത്. ആ പേഴ്സണൽ ഇഞ്ചുറി എന്ന് പറയുന്നത് എങ്ങനെയാകാം, പിന്നെ ഈസ് കോസ്ഡ് ടു ആൻ എംപ്ലോയി ബൈ ആക്സിഡൻറ്റ്. ഒരു എംപ്ലോയിക്ക് ഇത് കോസ് ചെയ്യുന്നത് ആക്സിഡൻറ്റ് വഴിയാകാം. എങ്ങനെ, എറേസിങ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലോ അല്ലെങ്കിൽ അത് എറേസ് ചെയ്തിരിക്കുന്ന ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലാകാം. അതുപോലെ തന്നെ ഈ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എംപ്ലോയർ എന്താകുന്നു, അവിടെ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ലയബിൾ ആകുന്നു. ഇനിയും സെക്ഷൻ 3 ക്ലോസ് 1 ഓഫ് ദി ആക്ട് പ്രകാരം കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി അവിടെ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ എംപ്ലോയി എന്നുള്ളൊരു ഇത് ആ ആക്ടിലെ മീനിങ്ങിൻ്റെ അകത്ത് വരുന്ന ആളായിരിക്കണം ഈ എംപ്ലോയി. സെക്കൻഡ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇഞ്ചുറി ഇവിടെ എംപ്ലോയിക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആക്സിഡൻറ്റ് വഴിയായിരിക്കണം ഇഞ്ചുറി വന്നിട്ടുണ്ടായിരിക്കുന്നത്. ഇനി ആക്സിഡൻ്റ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കും. ഇനി ഇഞ്ചുറി കോസ് ചെയ്തിരിക്കുന്നത് ആ എംപ്ലോയിയുടെ മരണത്തിലേക്കോ അല്ലെങ്കിൽ പെർമനൻ്റ് ഓർ ടെമ്പററി അല്ലെങ്കിൽ ടോട്ടൽ ഓർ പാർഷ്യൽ ഡിസേബിൾമെൻറ്റിലേക്ക് നയിച്ചിട്ടുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 3 ദിവസത്തിൽ കൂടുതലെങ്കിലും വന്നിട്ടുണ്ടായിരിക്കണം ഈ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ഇഞ്ചുറി, ഈ ഡിസേബിൾമെൻറ്റ് പെർമനൻറ്റോ ടോട്ടലോ പിന്നെ ടെമ്പററിയോ പാർഷ്യലോ ഒക്കെ 3 ദിവസത്തിൽ കൂടുതലെങ്കിലും വന്നിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിലാണ് വന്നത്, പെട്ടെന്ന് മാറിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനി എന്ന് പറയുന്നത് പേഴ്സണൽ ഇഞ്ചുറി എന്താണെന്ന് നോക്കാം. പേഴ്സണൽ ഇഞ്ചുറി എന്ന് പറയുന്നത് ഫിസിക്കൽ ഇഞ്ചുറി മാത്രമല്ല, അതിൻ്റെ അകത്ത് മെൻ്റൽ ഇഞ്ചുറി, ഷോക്ക്, സ്ട്രെയിന് ഇതെല്ലാം വരുന്നതാണ്. ഇനി പേഴ്സണൽ ഇഞ്ചുറി എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈഡർ ടേം ആണ് ബോഡിലി ഇഞ്ചുറിയെക്കാളിലും. ഓക്കെ, അതിൻ്റെ അകത്ത് ഫിസിക്കൽ ഇഞ്ചുറി ഇറ്റ് ഇൻക്ലൂഡ്സ് എവരി ഫിസിക്കൽ ഇഞ്ചുറി റിസൾട്ടഡ് ഫ്രം ആൻ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഫിസിക്കൽ ഇഞ്ചുറിയും ഈ പേഴ്സണൽ ഇഞ്ചുറിക്കകത്ത് ഇൻക്ലൂഡ് ആകുന്നു. അതുപോലെ തന്നെ നെർവസ് ഷോക്ക്, എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അലാമിൽ നിന്നുമൊക്കെ റിസൾട്ട് ചെയ്തിരിക്കുന്ന പിന്നെ എന്താണ് ഈ ഇഞ്ചുറി, നെർവസ് ഷോക്ക്, ഇതെല്ലാം ഈ പേഴ്സണൽ ഇഞ്ചുറിക്കകത്ത് തന്നെ വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ ന്യൂസ് ക്രോണിക്കൽ വേഴ്സസ് മിസ് ലാസറസ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് എംപ്ലോയിക്ക് ഇവിടെ എന്താണ് ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഇന്ത്യൻ ന്യൂസ് ക്രോണിക്കൽ എന്ന് പറഞ്ഞ ഒരു പ്രസിൽ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് അയാൾക്ക് ഹീറ്റ് റൂമിൽ നിന്നും കോൾഡ് പ്ലാന്റിലേക്കൊക്കെ മാറേണ്ടി വന്നു. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു. ഈ കൂളിംഗ് റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് അവിടെ ന്യൂമോണിയ വന്നു. അത് കാരണം ഈ ഇൽനെസ് വന്ന 5 ദിവസത്തിനുള്ളിൽ പുള്ളി മരിച്ചു. അപ്പോൾ വിഡോ ഇവിടെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തു. അപ്പോൾ ഇവിടെ കോടതി ഹെൽഡ് ചെയ്തത് പേഴ്സണൽ ഇഞ്ചുറി എന്ന് പറയുന്നത് ഫിസിക്കൽ ഇഞ്ചുറി മാത്രമല്ല, അത് ഷോക്കാകാം, ചിൽനെസ്സും ആകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹോട്ട് റൂമിൽ നിന്നും കൂളിംഗ് റൂമിലേക്ക് പോകുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇവിടെ ഇഞ്ചുറി കോസ് ചെയ്തിരിക്കുന്നത് ഈ ഇൻഡിസ്പെൻസിബിൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എംപ്ലോയർ കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിൾ ആണെന്ന് ഈ കേസിൽ പറഞ്ഞു. മറ്റൊരു കേസാണ്
ലക്ഷ്മി ബായി വേഴ്സസ് ചെയർമാൻ പോർട്ട് ട്രസ്റ്റി ബോംബെ എന്ന് പറഞ്ഞ കേസിൽ എംപ്ലോയി ഹേർട്ട് ഡിസീസ് വഴിയാണ് മരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ എവിഡൻസിൽ ഷോ ചെയ്യുന്നുണ്ട് ഇവിടെ ഡിസീസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ഹേർട്ട് ഡിസീസ് ഉണ്ട് എന്നുള്ള കാര്യം. ആൻഡ് ഹി ഡൈഡ് ആസ് എ റിസൾട്ട് ഓഫ് സ്ട്രെയിൻ കോസ്ഡ് അപ്പോൺ ഹേർട്ട് ബൈ ദ പർട്ടിക്കുലർ വർക്ക് ഹി വാസ് ഡൂയിങ്. അയാൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പർട്ടിക്കുലർ ജോലിയിൽ നിന്ന് എന്താണ് അയാൾക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടായിരിക്കുന്നത്, അത് കാരണമാണ് അയാൾ മരിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ കോടതി ഇവിടെ പറഞ്ഞു ഇത് പേഴ്സണൽ ഇഞ്ചുറിയാണ്, ഈ ആക്ട് പ്രകാരം അയാൾക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയും. അയാൾ മരിച്ചു, അപ്പോൾ ആൾക്കാണ് സ്വാഭാവികമായിട്ട് അയാളുടെ ഡിപ്പെൻഡൻസിനായിരിക്കും പോകുന്നത്. ഇനി ആക്സിഡൻറ്റ് എന്താണെന്ന് നോക്കാം. ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ ഓർഡർ ടു അട്രാക്ട് പ്രൊവിഷൻ ഓഫ് ദി ആക്ട് മിയർ പ്രൂഫ് ഓഫ് പേഴ്സണൽ ഇഞ്ചുറി ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ പേഴ്സണൽ ഇഞ്ചുറി മാത്രം നമുക്ക് തെളിയിച്ചാൽ പോരാ, ആ ഒരു ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു ആക്സിഡൻറ്റ് വഴിയാണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. ആക്സിഡൻ്റ് എന്ന് പറയുന്ന വേർഡ് ഈ ആക്ടിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇറ്റ് മസ്റ്റ് ബി കൺസ്ട്രക്റ്റഡ് ഇൻ ഇറ്റ്സ് പോപ്പുലർ സെൻസ്. ഈ പോപ്പുലർ സെൻസിൽ നമ്മൾ ആക്സിഡൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി കാണാതെ സംഭവിക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഒരു കൊളീഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ട്രിപ്പിംഗ് ഓവർ ഫ്ലോറോ അങ്ങനൊന്നും ആയിരിക്കത്തില്ല. എന്താണ് വലിയ ഫ്ലോറിൻ്റെ മണ്ടയിൽ നിന്നും മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു, അത് മാത്രമല്ല ആക്സിഡൻറ്റ് ലെസ് ഒബീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളും എന്തായിട്ട് കൂട്ടുന്നു? ആക്സിഡൻ്റ് ആയിട്ട് കൂട്ടാൻ വേണ്ടി കഴിയും. അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, മുകളിൽ നിന്ന് താഴെ വീഴുന്നു, അത് മാത്രമല്ല ആക്സിഡൻറ്റ്. ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് എന്ത് പറയാൻ പറ്റും? ആക്സിഡൻ്റ് ആയിട്ട് കണക്കാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, നിഷ്ബൽ വേഴ്സസ് റൈനി ബൂറു എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഒരു ക്യാഷ്യർ പിന്നെ എന്താണ് ഒരു ലാർജ് സം ഓഫ് മണിയുമായിട്ട് എംപ്ലോയീസിന് വേജസ് കൊടുക്കാൻ വേണ്ടി ട്രാവൽ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ട്രാവലിൻ്റെ ഇടയ്ക്ക് വെച്ച് അയാളെ റോബ് ചെയ്യുകയും അയാളെ മർഡർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കോർട്ട് ഓഫ് അപ്പീൽ ഇവിടെ പറഞ്ഞത് മർഡർ എന്ന് പറയുന്നത് ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് കണക്കാക്കുന്നു, കാരണം അയാളുടെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലാണ് ഇത് സംഭവിച്ചതെന്നാണ് പറയുന്നത്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇൻറ്റൻഷണൽ ഇഞ്ചുറി ഇൻഫ്ലിക്റ്റഡ് ബൈ അനദർ പേഴ്സൺ ടു വർക്ക്മെൻ. ഒരു ഇൻറ്റൻഷനായിട്ടുള്ള ഇഞ്ചുറി അനദർ പേഴ്സൺ ഒരു വർക്ക്മെന് കോസ് ചെയ്തെങ്കിൽ പോലും നമുക്കതെന്തായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റുന്നതാണ്? കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റിൻ്റെ അകത്ത് കണക്കാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരാൾ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ പോകുന്നു, മറ്റൊരു വ്യക്തി ഇയാളെ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യുന്നു, അതും നമുക്ക് എന്താണ്? ആക്സിഡൻ്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയും. മറ്റൊരു കേസ് പറയുന്നുണ്ട്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് യശോധരാമ. ഇവിടെ എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ അയാൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലാണ്, വണ്ടി ഓടിക്കുന്ന സമയത്ത് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, കോൺസിക്വൻ്റ്ലി അയാൾ മരിച്ചു. അപ്പോൾ ഇവിടെ അപ്പേലേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ കണ്ടൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്ന് പറയുന്ന പേഴ്സണൽ ഇഞ്ചുറി അല്ല എന്നാണ്. പക്ഷേ കോടതി പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് പേഴ്സണൽ ഇഞ്ചുറി ആണ് എന്ന് പറഞ്ഞു. എറേസിങ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 3 എന്താണെന്ന് നമ്മൾ പഠിച്ചു. പേഴ്സണൽ ഇഞ്ചുറിയുടെ ആ ഒരിത് സെക്ഷൻ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ആക്സിഡൻറ്റ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം തെളിയിക്കണം. അപ്പോൾ ഈ ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് കൺജക്റ്റീവ്ലി ആണ്, അല്ലാതെ ഡിസ്റ്റിങ്റ്റീവ്ലി അല്ല. ഡിസ്റ്റിങ്റ്റീവ്ലി എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് തരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ടായിട്ട് നിൽക്കുന്നതോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, കൺജക്റ്റീവ്ലി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്വിൻ കണ്ടീഷൻസും സൈമൾട്ടേനിയസ്ലി പ്രസൻ്റ് ആണ് എന്നുണ്ടെങ്കിലേ നമുക്ക് സെക്ഷൻ 3(1) ഓഫ് ദി ആക്ടിൻ്റെ ആ ഒരു സെക്ഷനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ലിറ്ററൽ ആൻഡ് സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷനാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷനായിട്ടുള്ള എറേസിങ് ഔട്ട് എന്ന് പറയുന്നത് കൺവേ ചെയ്യുന്ന ഐഡിയ എന്താണ്? ദർ മസ്റ്റ് ബി സം സോർട്ട് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ദ ഇഞ്ചുറി കോസ്റ്റ് ടു ദി വർക്ക്മെൻ. ഈ ആക്സിഡൻറ്റ് പ്രകാരം ഈ വർക്ക്മെന്നിന് കോസ് ചെയ്തിരിക്കുന്ന ഇഞ്ചുറിയും അയാൾ ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അയാൾക്ക് സംഭവിച്ചിരിക്കുന്ന ആക്സിഡൻ്റ് ഒന്ന്, പിന്നെ അതുപോലെ തന്നെ
അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മറ്റൊന്ന്. രണ്ടും രണ്ട് തരത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ആക്സിഡൻറ്റ് ഒരിടത്ത് നിൽക്കുന്നു, അയാളിപ്പം എന്താ പറയുന്നത്, അയാളുടെ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അയാളൊരു എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ മാനേജറോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് സപ്പോസ് വിചാരിക്കുക. അയാൾക്ക് പറ്റുന്ന ആക്സിഡൻറ്റ് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു ഇഞ്ചുറിയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും വർക്ക്മെനിൻ്റെ മീനിങ്ങിൻ്റെ അകത്ത് മാനേജർ വരത്തില്ല. അത് വേറൊരു സത്യം. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ ഇല്ലാത്ത ഒരു ആക്സിഡൻറ്റും എംപ്ലോയ്മെൻറ്റും ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എറൈസിങ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. ചിലപ്പോൾ അവിടെ ഡയറക്റ്റ് കണക്ഷൻ വേണം എന്നില്ല, എങ്കിലും നമുക്കൊരു കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെ. അപ്പോൾ ഇവിടെ കേസ് പറയുന്നുണ്ട് സിംസൺ വേഴ്സസ് സിൻക്ലെയർ. ഈ കേസിൻ്റെ അകത്തെന്ന് പറയുന്നത് ഒരു ലേഡി ഒരു ഷെഡിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു വാൾ ഇടിഞ്ഞ് വീണിട്ട് ഈ ഷെഡ് കൊളാപ്സായി. ഈ ലേഡിക്ക് ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്തു. എങ്ങനെ? ഈ ഷെഡ് പൊളിഞ്ഞ് വീഴുന്നത് പ്രകാരം. അപ്പോൾ ഇവിടെ ഹൗസ് ഓഫ് ലോർഡ്സ് പറഞ്ഞത് ഇവിടുത്തെ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഹെർ ആക്ച്വൽ എംപ്ലോയ്മെൻറ്റ്, അവർ ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയ്മെൻറ്റിൽ നിന്നും വന്നതാണ്. കോടതി ഇവിടെ ഒബ്സർവ് ചെയ്തു, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടു ടുക്ക് അറ്റ് വാട്ട് ഹാസ് ഹാപ്പൺ പ്രോക്സിമേറ്റ്ലി ആൻഡ് നോട്ട് ടു സെർച്ച് ഫോർ കോസസ് ഓർ കണ്ടീഷൻ ലൈങ് ബിഹൈൻഡ്. ഇവിടെ നിന്ന് പറയുന്നത് എന്താണ്, അവർക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നോക്കുക, അല്ലാണ്ട് ഏത് കോസാണ് അല്ലെങ്കിൽ ഏത് കണ്ടീഷൻസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം നോക്കുന്നതിന് പകരം അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നോക്കുക. വെദർ ദ റിമോട്ടർ കോസ് ഓഫ് റൂഫ് ഫോളിംഗ് വാസ് ദ കൊളാപ്സ് ഓഫ് നെയ്ബറിംഗ് വാൾസ് ഓർ ദ ഫോളിംഗ് ഡൗൺ ഓഫ് സം അഡ്ജസെൻറ്റ് ബിൽഡിങ്സ് ഓർ ബൈ ലൈറ്റ്നിങ് ആർ ഇമ്മെറ്റീരിയൽ. ചിലപ്പോൾ അവരുടെ ഡയറക്റ്റ്ലി അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്താണ് ഷെഡ് പൊളിഞ്ഞ് വീണതായിരിക്കത്തില്ല. ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു മതിൽ പൊളിഞ്ഞ് വീണു, അങ്ങനെ അടുത്തുള്ള ബിൽഡിങ് പൊളിഞ്ഞ് വീണു, അങ്ങനെയാകാൻ ചിലപ്പോൾ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഷെഡ് പൊളിഞ്ഞ് വീണത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം. അതും എന്താണ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെ ട്രസ്റ്റീസ് പാൽ ബോംബെ വേഴ്സസ് യമുന ബായ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഒരു കാർപ്പൻ്റർ എംപ്ലോയ് ചെയ്യുകയായിരുന്നു ഒരു വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അലക്സാണ്ടർ ഡോക്ക് ബോംബെയിലാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ എന്തുണ്ട്, ടേബിളും കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. അവിടെ മറ്റുള്ള വർക്ക്മെന്നൊക്കെ ഇയാളുടെ അടുത്തായിട്ട് മറ്റുള്ള ടേബിളുകളിലിരുന്ന് ഒരേ ലൈനിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയ് 13, 1950 അയാൾ വർക്ക്ഷോപ്പിലേക്ക് പോകുകയും അയാൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള ടേബിളിൽ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ട്രോളിക്ക് വേണ്ടിയുള്ളൊരു ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നതായിരുന്നു അയാളുടെ ജോലി. അപ്പോൾ അയാളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോംബ് പൊട്ടിത്തെറിച്ചു. അതിൻ്റെ ഇതായിട്ട് അയാൾക്ക് ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്തു. അയാളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയാണ് ചെയ്തത്. ബോംബ് എക്സ്പ്ലോഡ് ചെയ്തിരിക്കുന്നത് മറ്റൊരു അപ്പോൾ ഈ ബോംബ് വെച്ചത് ഇവിടെ ഒരു അൺനോൺ ആയിട്ടുള്ള പേഴ്സണാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള അയാൾ വർക്ക് ചെയ്യാൻ പോകുന്ന വർക്ക്ഷോപ്പുമായിട്ട് ഒന്നും യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. ബോംബെ ഹൈക്കോർട്ട് ഈ കേസിൻ്റെ അകത്ത് സിംസൺ വേഴ്സസ് സിൻക്ലെയർ എന്ന് പറഞ്ഞ കേസിലെ റൂളാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ പറഞ്ഞു എംപ്ലോയർ അവിടെ കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിളാണ് എന്നുള്ള കാര്യം. ഇനി നാഷണൽ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വേഴ്സസ് മനോരമ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഒരു ബോയ്, ആ ബോയ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയിലേക്ക് ടീ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഉള്ളത് ഒരു ക്യാൻറ്റീനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാൻറ്റീനിൽ നിന്ന് ടീ കൊണ്ടുവന്ന് ഫാക്ടറിയിൽ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഇത് കൊടുക്കുന്ന സമയത്ത് ആ ഫാക്ടറിയിൽ ഒരു മോബ് ഉണ്ടാകുകയും പോലീസും പിന്നെ അവിടുത്തെ ഫാക്ടറിയിലെ വർക്ക്മെനും തമ്മിൽ ഒരു കലാപം ഉണ്ടായി. അങ്ങനെ പോലീസ് എന്തോ ചെയ്തു, അവർ സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഫയർ ചെയ്തു. അത് കാരണം ഈ ബോയ് മരിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പറഞ്ഞത് എംപ്ലോയർ എന്താണ്, ലയബിൾ ആണ്. ഇവിടെ ആ ബോയുടെ മദറിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ആക്സിഡൻറ്റ് എറൈസൺ ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഇവിടെ എംപ്ലോയി അല്ലെങ്കിൽ വർക്ക്മെൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, അയാളുടെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഒക്കർ ചെയ്തിരിക്കുന്നത് അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പോയ
സ്ഥലത്ത് വെച്ചാണ്. അതുപോലെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആക്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ള ആക്സിഡൻറ്റിലേക്ക് നയിച്ചത്. അപ്പോൾ ഇതൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് പറയാൻ പറ്റും, അവർക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയും. അടുത്ത ഇതുപോലുള്ളൊരു കാര്യമാണ് ഡോക്ട്രിൻ ഓഫ് റീസണബിൾ ഓർ നോഷണൽ എക്സ്റ്റൻഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇതിലെന്ന് പറയുന്നത് സെക്ഷൻ 3 ഓഫ് ദി ആക്ടിൻ്റെ ഇത് പ്രകാരം എംപ്ലോയർ എന്ന് പറയുന്ന കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി എന്താണ് എംപ്ലോയർ ലയബിൾ ആകുകയാണ്. എംപ്ലോയർ ക്ലെയിം ചെയ്യാൻ വേണ്ടിയല്ല, എംപ്ലോയർ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി, എംപ്ലോയിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ലയബിൾ ആകുകയാണ്. എപ്പോഴും ഒരു ആക്സിഡൻറ്റ് വഴി ഇഞ്ചുറി വരുന്ന സമയത്ത്. അപ്പോൾ ആ ആക്സിഡൻറ്റ് എങ്ങനെ ആയിരിക്കണം, എറൈസൺ ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ എംപ്ലോയ്മെൻറ്റ് എപ്പോഴാണ് എംപ്ലോയ്മെൻ്റ് ആകുന്നത് എന്നുള്ളത് ഒരു ഡിസ്പ്യൂട്ടഡ് കേസാണ്. ഓക്കെ, എപ്പോഴാണ് ഒരു എംപ്ലോയ്മെൻറ്റ് തുടങ്ങുന്നത് എന്നുള്ള കാര്യം ഒരു ഡിസ്പ്യൂട്ടഡ് ഫാക്റ്റാണ്. അപ്പോൾ ജനറൽ റൂൾ പ്രകാരം ഒരു വർക്ക്മെൻ്റെ എംപ്ലോയ്മെൻറ്റ് തുടങ്ങുന്നത് അയാൾ ആ എംപ്ലോയ്മെൻറ്റ് നടത്തുന്ന സ്ഥലത്ത് എത്തിച്ചേരുമ്പോഴാണ്. ഓക്കെ, ഇപ്പം എന്താ പറയുന്നത്, ഒരു ഓഫീസ്, ആ ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിൽ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് അവിടെ ആ എംപ്ലോയ്മെൻ്റ് ആവുന്നത്. അവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലാണ് നമുക്കത് റീസൺ ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയാൻ വേണ്ടി കഴിയത്തുള്ളൂ. അപ്പോൾ അയാൾ ഈ പറയുന്ന വർക്ക് ചെയ്യാൻ വരുന്ന സ്ഥലത്തേക്ക് വരുന്നതും അവിടുന്ന് തിരിച്ചു പോകുന്നതും സാധാരണയായിട്ട് കൂട്ടത്തില്ല. പക്ഷേ അയാൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ ഫാക്ടറിയിലേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ചോ പോകുന്ന സമയത്ത് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടി അയാൾ എന്തെങ്കിലും വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഈ ഫാക്ടറിന്ന് ഞാൻ എക്സാമ്പിൾ പറയണം, ഫാക്ടറിയിലേക്കോ അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്കോ പോകുന്ന ആ ഒരു ജേണിയെ നമുക്ക് നോഷണൽ എക്സ്റ്റൻഷൻ എന്ന് പറയാം. ആ സമയത്ത് സംഭവിക്കുന്ന ഇഞ്ചുറിയാണ് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന റൈസിങ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലേക്ക് കൂട്ടുന്നു. അങ്ങനെയുള്ള ജേണിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്. ഒരു കേസ് പറയുന്നുണ്ട്, ഹെലൻസ് കൊളേറി കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ഹെൽസ്റ്റൺ. ഈ കേസിൻ്റെ അകത്ത് വർക്ക്മെൻ അല്ലെങ്കിൽ എംപ്ലോയി എന്ന് പറയുന്നത് ഒരു കൊളേറിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് വർക്ക്മെന്നിന് ഇങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോകാൻ, താമസ സ്ഥലത്തേക്ക് പോകാനും അതുപോലെ ഈ കൊളേറിയയിലേക്ക് വരാനും വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊളേറി കമ്പനിയും റെയിൽവേ കമ്പനിയും കൂടെ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കൊളേറി കമ്പനി എന്തോ ചെയ്തു, വർക്ക്മെന്നിന് ഒരു പാസ് കൊടുത്തു. എന്നിട്ട് ആ ഫെയർ കൊടുക്കുന്നതിൽ നിന്നും അതിൽ ലെസ്സായിട്ടുള്ളൊരു സമ്മായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. കാരണം ഈ ട്രാൻസ്പോർട്ടിന് വേണ്ടി അവരുടെ വീക്ക്ലി വേജസിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള സമ്മ് ഡിഡക്റ്റ് ചെയ്തിട്ടേ വീക്ക്ലി വേജസ് കൊടുക്കത്തുള്ളൂ. ഇവിടെ ഒരു വർക്ക്മെന്നിന് ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്തപ്പോൾ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പോയി. എന്നിട്ട് പറഞ്ഞു ഈ ട്രെയിനിലുള്ള ജേണി എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്, ഇവിടെ നോഷണൽ എക്സ്റ്റൻഷൻ ആണ് എന്നും പറഞ്ഞു. ഹൗസ് ഓഫ് ലോർഡ്സ് ആദ്യം പറഞ്ഞത് ഇവിടെ എംപ്ലോയർക്ക് പ്രത്യേകിച്ച് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ല. അങ്ങനെ ഈ കേസിൽ കോമ്പൻസേഷൻ്റെ ഇത് പറഞ്ഞപ്പം പറയുന്നത് ഹൗസ് ഓഫ് ലോർഡ്സ് ഈ ഡിസിഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വർക്ക്മെൻ എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് എന്ന് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു പർട്ടിക്കുലർ കൺവേയൻസ് അവിടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എങ്ങനെ റെസിഡൻസിൽ നിന്നും വർക്ക് പ്ലേസിലേക്ക് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നിന്ന് തിരിച്ച് റെസിഡൻസിലേക്ക് പോകാൻ വേണ്ടി പർട്ടിക്കുലർ കൺവേയൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തെങ്കിൽ നമുക്കത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയാൻ പറ്റൂ എന്നാണ് ഈ കേസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഓർ പാർഷ്യൽ ഡിസേബിൾമെൻറ്റ്. ഈ ആക്ട് പ്രകാരം കോമ്പൻസേഷൻ പേ ചെയ്യുന്നത് ആക്സിഡൻറ്റ് വഴി ഇഞ്ചുറി കോസ് ചെയ്ത വ്യക്തിക്കാണ്. അപ്പോൾ ആ ഇഞ്ചുറി എന്ന് പറയുന്നത് അയാളുടെ ഡിസേബിൾമെൻറ്റിലേക്ക് നയിച്ചിട്ടുണ്ടായിരിക്കണം. ആ ഡിസേബിൾമെൻറ്റ് 3 ദിവസമെങ്കിലും എക്സീഡും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡിസേബിൾമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അയാളുടെ ഏണിംഗ് കപ്പാസിറ്റി, അതിന് റിഡക്ഷൻ സംഭവിക്കുന്നതാണ് ഡിസേബിൾമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് റിഡക്ഷൻ ഓഫ് ഏണിംഗ് കപ്പാസിറ്റിയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്കിൽ അവിടെ ഒരു ഡിസേബിൾമെൻറ്റ് സംഭവിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 3 ദിവസമേ
അല്ലെങ്കിൽ 2 ദിവസമേ അയാൾക്ക് ഒരു വയ്യാഴിക വന്നുള്ളൂ, ഈ ഇഞ്ചുറി പറ്റിയിട്ട് 2 ദിവസമേ ഈ ഡിസേബിൾമെൻറ്റ് സംഭവിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിസേബിൾമെൻ്റായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ കോമ്പൻസേഷൻ വാങ്ങാൻ വേണ്ടി പറ്റത്തില്ല. ഡിസേബിൾമെൻറ്റ് 2 തരത്തിലുണ്ട്. പാർഷ്യൽ ഡിസേബിൾമെൻറ്റും ഉണ്ട്, ടോട്ടൽ ഡിസേബിൾമെൻറ്റും ഉണ്ട്. അതിൽ പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 1 സബ് ക്ലോസ് G ആണ് പാർഷ്യൽ ഡിസേബിൾമെൻറ്റിനെ പറ്റി പറയുന്നത്. പാർഷ്യൽ ഡിസേബിൾമെൻറ്റിനെ വീണ്ടും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു, ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഇഞ്ചുറി റിസൾട്ട് ചെയ്തിരിക്കുന്നത് ഏണിംഗ് കപ്പാസിറ്റിയുടെ റിഡക്ഷനെ ആണ് എന്നുണ്ടെങ്കിൽ അയാൾ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ജോലിയിലാണോ അയാൾ ഏർപ്പെട്ടിരുന്നത് ആ ജോലി അയാൾക്ക് ചെയ്യാൻ പറ്റാണ്ട് ആകുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ടെമ്പററി പാർഷ്യൽ ഡിസേബിൾമെൻ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇഫ് ദ ഇഞ്ചുറി ഹാസ് റിസൾട്ടഡ് ഇൻ റിഡക്ഷൻ ഓഫ് ഏണിംഗ് കപ്പാസിറ്റി of the employee in the employment in which he was engaged at the time of accident. ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് അയാൾ എൻഗേജ് ചെയ്തിരുന്നത് എന്ത് എംപ്ലോയ്മെൻ്റ് ആണോ അത് ചെയ്യാൻ പറ്റാതാകുന്നതിനെയാണ് ടെമ്പററി പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്, ഇഞ്ചുറി എന്ന് പറയുന്നത് എന്താണ്, റിസൾട്ടഡ് ഇൻ റിഡക്ഷൻ ഓഫ് ഏണിംഗ് കപ്പാസിറ്റി ഇൻ എവരി എംപ്ലോയ്മെൻറ്റ് വിച്ച് ദ എംപ്ലോയി വാസ് കേപ്പബിൾ ഓഫ് അണ്ടർടേക്കിംഗ് അറ്റ് ദ ടൈം ഓഫ് ആക്സിഡൻറ്റ്. ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഈ എംപ്ലോയിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അയാൾ കേപ്പബിൾ ആയിരുന്നു അതെല്ലാം ചെയ്യാൻ പറ്റാണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പെർമനൻ്റ് പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇൻ എവരി എംപ്ലോയ്മെൻറ്റ് വിച്ച് ദി എംപ്ലോയി വാസ് കേപ്പബിൾ ഓഫ് അണ്ടർടേക്കിംഗ് അറ്റ് ദ ടൈം ഓഫ് ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യാൻ കേപ്പബിൾ ആയിരുന്നു അത് ചെയ്യാൻ പറ്റാതാകുന്നതിനെ പെർമനൻ്റ് പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇഞ്ചുറി കോസ് ചെയ്തിരിക്കുന്നത് പാർട്ട് 2 സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പാർട്ട് 2 ഷെഡ്യൂൾ 1 പാർട്ട് 2 സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിനെ പെർമനൻറ്റ് പാർഷ്യൽ ഡിസേബിൾമെൻ്റ് എന്ന് വിളിക്കുന്നു. ഇനി സെക്ഷൻ 2 ക്ലോസ് 1 സബ് ക്ലോസ് Lൻ്റെ അകത്താണ് ടോട്ടൽ ഡിസേബിൾമെൻറ്റിനെ പറ്റി പറയുന്നത്. ടോട്ടൽ ഡിസേബിൾമെൻ്റ് എന്ന് പറയുന്നത് 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതെന്തുണ്ട്, ടെമ്പററി ഉണ്ട്, പെർമനൻറ്റും ഉണ്ട്. ഇഞ്ചുറി റിസൾട്ട് ചെയ്തിരിക്കുന്നത് ആക്സിഡൻറ്റിൽ നിന്നുമാണ്. അത് എന്താണ്, എംപ്ലോയിയെ എല്ലാ വർക്കിൽ നിന്നും അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വർക്കിൽ നിന്നും അയാൾ ഡിസേബിൾ ആകുകയാണ് അല്ലെങ്കിൽ ഇൻകേപ്പബിൾ ആകുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ടോട്ടൽ ഡിസേബിൾമെൻ്റ് എന്ന് വിളിക്കുന്നു. ഷെഡ്യൂൾ 1 പാർട്ട് 1 അത് എന്യൂമറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇഞ്ചുറി ദാറ്റ് ട്രീറ്റഡ് ആസ് പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻറ്റ് എന്താണ് പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് ഷെഡ്യൂൾ 1 പാർട്ട് 1 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ ഏണിംഗ് കപ്പാസിറ്റിയുടെ ലോസ് എന്ന് പറയുന്നത് 100% ആണ്. 100 മുഴുവനായിട്ടും അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകുകയാണ്. ഇനി പാർട്ട് 2 ഓഫ് ഷെഡ്യൂൾ 1 അകത്ത് ഇഞ്ചുറി വിച്ച് ആർ ഡീംഡ് ടു റിസൾട്ട് ഇൻ പെർമനൻറ്റ് പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് ആർ ഇൻക്ലൂഡഡ്. പെർമനൻറ്റ് പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് 2 ഓഫ് ഷെഡ്യൂൾ 1 ഈ കേസിൽ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഏണിംഗ് കപ്പാസിറ്റി ആണ്. അത് ബിലോ 100% ആയിരിക്കും, 100% 100% കുറവായിരിക്കും. ബൈ വിർച്യൂ ഓഫ് പ്രൊവിഷൻ ടു സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് L ഇഫ് ദർ ആർ സെവറൽ ഇഞ്ചുറീസ് ടു ആൻ എംപ്ലോയി. ഈ പാർട്ട് 2 ഷെഡ്യൂൾ 1 പറയുന്ന രീതിയിൽ സെവറൽ പല തരത്തിലുള്ള ഇഞ്ചുറീസ് എംപ്ലോയിക്ക് വന്നു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഏണിംഗ് കപ്പാസിറ്റി, ലോസ് ഓഫ് ഏണിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 100% അതിനു മുകളിലോ ആണ്. ഓക്കെ, ഏണിംഗ് കപ്പാസിറ്റി 100 അതിനു മുകളിലോ നഷ്ടപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പലതരത്തിലുള്ള ഇഞ്ചുറി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻറ്റ്. ഇനി വെൻ എംപ്ലോയർ ഈസ് നോട്ട് ലയബിൾ, എപ്പോഴാണ് എംപ്ലോയർ കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിൾ അല്ലാണ്ട് ആകുന്നത്? അപ്പോൾ സെക്ഷൻ 3 ക്ലോസ് 1 അകത്ത് ആ പ്രൊവിഷൻ അനുസരിച്ച് ഇഞ്ചുറി ടോട്ടലോ അല്ലെങ്കിൽ പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് എക്സീഡിങ് 3 days 3 ദിവസത്തിൽ കൂടാണ്ട് അവിടെ പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഡിസേബിൾമെൻറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയർ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇഞ്ചുറി ഇഫ് ദ ഇഞ്ചുറി ഡസ് നോട്ട് റിസൾട്ട് ഇൻ ദ ഡെത്ത് ഓഫ് ദി വർക്ക്മാൻ ദ എംപ്ലോയർ വിൽ നോട്ട് ലയബിൾ ടു പേ കോമ്പൻസേഷൻ അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഇഞ്ചുറി മരണത്തിലേക്ക് നയിച്ചില്ല എന്നുണ്ടെങ്കിൽ, വർക്ക്മാൻ്റെ മരണത്തിലേക്ക് നയിച്ചില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയർ അവിടെ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേതൊക്കെ സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ, 1, എംപ്ലോയി
ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഡ്രിങ്കോ ഡ്രഗ്സോ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. 2 പറയുന്നത് എംപ്ലോയി വിൽഫുള്ളി തന്നെ അയാൾക്ക് പറഞ്ഞിട്ടുള്ള എക്സ്പ്രസ്ലി കൊടുത്തിട്ടുള്ള ഓർഡർ ചെയ്യാതിരിക്കുന്നു. അയാളോട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അയാൾ വിൽഫുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ഡിസൊബേ ചെയ്യുന്നു, ചെയ്യാണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ റൂൾസ് ഈ വർക്ക്മെൻറ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന റൂൾസ് അയാൾ ഫോളോ ചെയ്യാണ്ടിരിക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ എന്നൊക്കെ പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എംപ്ലോയർ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. 3ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എംപ്ലോയി അയാൾക്ക് കൊടുത്തിട്ടുള്ള അയാളുടെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഡിവൈസുകളും ഗാർഡ്സും ഒക്കെ അറിഞ്ഞുകൊണ്ട് അയാൾ എന്തോ ചെയ്യുന്നു, റിമൂവ് ചെയ്ത് കളയുവാണെങ്കിലും കൊടുക്കേണ്ട ആവശ്യമില്ല, കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ എക്സെപ്ഷൻസ് ആയിട്ടുള്ള ഇൻടോക്സിക്കേഷൻ ബൈ ഡ്രിങ്ക് ഓർ ഡ്രഗ്, വിൽഫുൾ ഡിസൊബീഡിയൻസ് ഓഫ് സർട്ടൺ ഡ്രഗ്സ് ആൻഡ് ഓർഡേഴ്സ്, വിൽഫുൾ റിമൂവൽ ഓഫ് സേഫ്റ്റി ഡിവൈസസ് എന്നൊക്കെ പറയുന്നത് നോട്ട് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എ ഫേറ്റൽ ആക്സിഡൻറ്റ്. ഫേറ്റൽ ആക്സിഡൻ്റ് ആണെങ്കിൽ ഇതൊന്നും അവിടെ ആപ്ലിക്കബിൾ അല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എംപ്ലോയി ഹാസ് ഡൈഡ് ആസ് എ റിസൾട്ട് ഓഫ് പേഴ്സണൽ ഇഞ്ചുറി. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ഫോർ ദി ഡിപ്പെൻഡൻസ് ടു റിബട്ട് എവിഡൻസ് ദാറ്റ് ആക്സിഡൻറ്റ് വാസ് കോസ്ഡ് ബൈ ദ മിസ്കണ്ടക്ട് ഓഫ് ദ ഡിസീസ്ഡ്. ഈ മരിച്ചു പോയ ഈ എംപ്ലോയിയുടെ മിസ്കണ്ടക്റ്റ് വഴിയാണ് അയാൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്ന് തെളിയിക്കാൻ ഈ ഡിപ്പെൻഡൻസിന് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഫേറ്റൽ ആക്സിഡൻ്റ് അകത്ത് ഇതെന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല, ഈ എക്സെപ്ഷൻസ് ഒന്നും ഉപയോഗിക്കത്തില്ല. അടുത്തതെന്ന് പറയുന്നത് ഒക്കുപേഷണൽ ഡിസീസാണ്. എംപ്ലോയീസ് സർട്ടൺ ഒക്കുപേഷനിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവിടെ കുറച്ച് ഡിസീസുകൾ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയാണ് ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഈ ലെഡ് ടെട്രാ ഈഥെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എൻഗേജ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ലെഡ് ടെട്രയിൽ ഈഥെയിൽ വഴി പോയിസൺ പിടിപെട്ട് അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ ടെലിഗ്രാഫിസ്റ്റ് ക്രാമ്പ് അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടെലിഗ്രാഫ് ഓപ്പറേറ്റേഴ്സിന് ടെലിഗ്രാഫിസ്റ്റ് ക്രാമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും വേദനയും അങ്ങനെയൊക്കെയുള്ള വരാം. അതൊരു ഒക്കുപേഷണൽ ഡിസീസാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒക്കുപേഷണൽ ഡിസീസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ അതുപോലെ ഓരോ ഇടത്തും ഇതുപോലൊക്കെ ഓരോ സർട്ടൺ എംപ്ലോയ്മെൻറ്റിൽ ഏർപ്പെടുന്നവർക്കും ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കുപേഷണൽ ഡിസീസ് വന്നു കഴിഞ്ഞാലും എന്ത് വാങ്ങാം, അവിടെ കോമ്പൻസേഷൻ കിട്ടാൻ അർഹതയുണ്ട്. ഒക്കുപേഷണൽ ഡിസീസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് ഈ ആക്ടിൻ്റെ ഷെഡ്യൂൾ 3 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷെഡ്യൂൾ 3 ഇതിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. എംപ്ലോയിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിൾ ആകുന്നത് എങ്ങനെയാണ്? പിന്നെ അയാൾക്ക് ഈ പാർട്ട് എയിൽ പറഞ്ഞിരിക്കുന്ന ഡിസീസസ് വരികയാണ് എന്നുണ്ടെങ്കിലാണ്. അറ്റ് എനി ടൈം, ഏത് സമയത്തും ആകാം. പാർട്ട് ബിയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് എംപ്ലോയിക്ക് ഒരു ഡിസീസ് കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 6 മന്ത് സർവീസ് ഒരു എംപ്ലോയറുടെ അണ്ടറിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആ എംപ്ലോയർ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ലയബിൾ ആകുകയാണ്. ഈ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 6 മന്ത് എന്ന് പറയുന്നത് ഒരേ എംപ്ലോയറിൻ്റെ അണ്ടറിൽ അയാൾക്ക് വേണ്ടിയായിരിക്കണം ആ സർവീസ് 6 മന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, ഒരേ തരത്തിലുള്ള എംപ്ലോയ്മെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഒരേ തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ചെന്നിട്ട് പല എംപ്ലോയറുടെ അണ്ടറിലായിരിക്കരുത് ചെയ്യുന്നത്. ഇനി അടുത്തത് പാർട്ട് സിയിൽ പറഞ്ഞിരിക്കുന്നത് ഒക്കുപേഷണൽ ഡിസീസ് വരുന്നത് ഒന്നോ അതിലധികമോ എംപ്ലോയേഴ്സിന് വേണ്ടി സർവീസ് ചെയ്യുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ, അത് സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കണ്ടിന്യൂസ് പീരീഡ് എന്ത് ചെയ്യണം, ഈ എംപ്ലോയർ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ലയബിൾ ആകുകയാണ്. മറ്റിടത്ത് പറയുന്നു കണ്ടിന്യൂസ് 6 മന്ത് ഒരു എംപ്ലോയറിൻ്റെ അണ്ടറിലാണ് ആയിരിക്കണമെന്ന്. പാർട്ട് സിയിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്നത് പോലെ കണ്ടിന്യൂസ് പീരീഡ് സർവീസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതെന്ന് പറയുന്നത് എന്താണ്, ഒന്നോ അതിലധികമോ എംപ്ലോയേഴ്സിൻ്റെ അണ്ടറിലായിരിക്കും അയാൾ സർവീസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ എംപ്ലോയർ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വേണം കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി. ഇനി എത്ര പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് കമ്മീഷണറായിരിക്കും. കമ്മീഷണർ തീരുമാനിക്കും ഓരോ എംപ്ലോയറും എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം. ഓക്കെ, ആദ്യത്തെ ബിയിൽ പറയുന്നത് ഒരേ എംപ്ലോയറിൻ്റെ അണ്ടറിലായിരിക്കണം.
സിയിൽ പറയുന്നത് പല പല എംപ്ലോയറിൻ്റെ അണ്ടറിലായിരിക്കുമെങ്കിലും കോമ്പൻസേഷൻ കിട്ടാൻ അർഹതയുണ്ട് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് എംപ്ലോയേഴ്സ് ലയബിലിറ്റി ടു പേ കോമ്പൻസേഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ ഡിസേബിൾമെൻറ്റ്, പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസേബിൾമെൻ്റ് ഒക്കെ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നോഷണൽ എക്സ്റ്റൻഷൻ ഓഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ 4 മാർക്കിന് ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എറൈസിങ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതും 4 മാർക്കിന് ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി വെച്ചെങ്കിലേ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. എസ് പഠിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു വെക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.